ഹായ് ഗായ്സ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലാ ലീഗ ടൈറ്റിൽ റേസ്. അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈറ്റിൽ റേസ് ആണ് ലാ ലീഗയിൽ. നിങ്ങൾക്ക് പോയിന്റ് ടേബിൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാഴ്സയും റയലും സെയിം പോയിന്റ്സ് ആണ്. പക്ഷേ ഒരു കളി ബാഴ്സയുടെ കയ്യിലുണ്ട്, ബാഴ്സയിലാണ് അഡ്വാൻറ്റേജ്. എനിക്ക് തോന്നുന്നു ഒരു എൽ ക്ലാസിക്കും കൂടെ വരാനുണ്ട്. പക്ഷേ ഒരു ടൈറ്റിൽ റേസ് ഡിസൈഡർ ആയിരുന്ന ഒരു കിടുക്കാച്ചി മാച്ച് ഉണ്ടായിരുന്നു ഇന്നലെ. അത് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ ആയിരുന്നു. അത്ലറ്റിക്കോന്റെ ഹോമിൽ ആയിരുന്നു. 2-0 ഒരു ലീഡ് ബോട്ടിൽ ചെയ്തുകൊണ്ടാണ് അത്ലറ്റിക്കോ കളി തോക്കുന്നത്. അത് ആദ്യമായിട്ടാണ് ഡീഗോ സിമിയോണിയുടെ ഒരു സൈഡ് 2-0 അപ്പിൽ നിന്ന് കളി തോക്കുന്നത്. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ബാഴ്സ. 70-ാം മിനിറ്റിൽ സ്വർലോത്ത് നേടിയ രണ്ടാമത്തെ ഗോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മാക്സിമം പോയൊരു ഡ്രോ മാത്രം പ്രതീക്ഷിച്ചിരുന്ന് നടത്തുന്ന ദി ഗ്രൈൻഡഡ് റിസൾട്ട്. ട്രൂലി ചാമ്പ്യൻസ് മെന്റാലിറ്റി എന്ന് തന്നെ പറയാം ബാഴ്സയുടെ നിന്ന്. അവിടുന്ന് ലെവൻഡോസ്കി ഒരു അടിപൊളി ഫിനിഷിലൂടെ ഒരു ഗോൾ നേടുന്നു. പിന്നെ ഫെറാൻ ടോറസ് പറയാതിരിക്കാൻ വയ്യ, ഒരു ട്രോൾ മെറ്റീരിയൽ അല്ലെങ്കിൽ ട്രോൾ സൈനിങ് നിന്ന് ഈ സീസണിൽ ഫ്ലിക്കിന് വേണ്ടി കുറേ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പിയറൻസസിൽ നിന്നും നല്ലൊരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് ഫെറാൻ ടോറസ് കളിച്ചു. ഫെറാൻ ടോറസ് 2 ഗോളുകൾ അടിച്ചു. അങ്ങനെ ബാഴ്സലോണ വീണ്ടും ജയിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പോയി പോയിന്റ് ടേബിൾ നോക്കാം. ബാഴ്സലോണയാണ് ഫ്രണ്ടിൽ ഇൻ ദ സെൻസ് റയൽ മാഡ്രിഡിനും ബാഴ്സലോണയ്ക്കും സെയിം പോയിന്റ്സ് ആണ്. ബട്ട് ബാഴ്സലോണയുടെ കയ്യിൽ ഒരു മാച്ച് ഉണ്ട്, അപ്പോൾ അവർക്ക് തന്നെയാണ് എഡ്ജ്. ബാഴ്സലോണ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഇഫ് ദേ ആർ നോട്ട് പുട്ടിങ് എനി ഫുട്ട് റോങ്, ഐ തിങ്ക് ബാഴ്സലോണയ്ക്ക് ഈ സീസണിൽ ലാ ലീഗ അടിക്കാൻ പറ്റും. അതേസമയം അത്ലറ്റിക്കോയ്ക്ക് 56 പോയിന്റാണ് ഇപ്പോൾ ഉള്ളത്. അത്ലറ്റിക്കോ ആ കളി ജയിച്ചിരുന്നെങ്കിൽ വീണ്ടും ടൈറ്റിൽ റേസ് ഒരു കുറച്ചുകൂടെ മൂത്തേനെ. പക്ഷേ ബാഴ്സയ്ക്കായിരുന്നു കൂടുതൽ ആവശ്യം. അപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിന് 5-6 ദിവസത്തിനിടെ തന്നെ, അതും സ്വന്തം ഹോം ഗ്രൗണ്ടിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഒരു എക്സിറ്റ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ടൈറ്റിൽ ഹോപ്സിനും ലാ ലീഗ ടൈറ്റിൽ ഹോപ്സിനും ഒരു തിരിച്ചടി വരുന്നു. ഫീൽ സോറി ഫോർ അത്ലറ്റിക്കോ, ബട്ട് ഇനിയും ലാ ലീഗ കഴിഞ്ഞിട്ടില്ല. സ്റ്റിൽ ദർ ആർ ഗെയിംസ്. ബട്ട് ഇത്തവണ ലാ ലീഗ ഇസ് സോ ടൈറ്റ്. നമുക്ക് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ബാക്കി എന്താവുമെന്ന് കാണാം. എന്താണ് നിങ്ങളുടെ തോട്ട്സ് റയൽ മാഡ്രിഡിൻ്റെയും ബാഴ്സലോണയുടെയും സ്ക്വാഡിനെ പറ്റി? എനിക്ക് യൂഷ്വലി ലാ ലീഗ മാച്ചസ് അധികം കാണാൻ സമയം കിട്ടാറില്ല. ബട്ട് ലാ ലീഗ ടൈറ്റിൽ റേസ് ഈസ് വെരി പ്രോമിസിങ്. അതുപോലെ തന്നെ ഇറ്റാലിയൻ സിരിയയും നല്ല ഒരു ടൈറ്റിൽ റേസിലായിട്ടാണ് പോകുന്നത്. പ്രീമിയർ ലീഗിൻ്റെ കാര്യം പറഞ്ഞാൽ, പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. ഇപ്പം ആഴ്സണലിന് 12 പോയിന്റ്സ് മേലെയാണ് ലിവർപൂൾ നിൽക്കുന്നത്. ഇപ്പം രണ്ടുപേരും ഏകദേശം സെയിം കളിയാണ് കളിച്ചിരിക്കുന്നത്. പക്ഷേ ആഴ്സണലിലെന്നാൽ ഇപ്പോഴും അടിക്കാൻ സാധ്യത ഉണ്ട് മാത്തമാറ്റിക്കലി എന്ന് പറഞ്ഞാലും, ആഴ്സണലിൽ കപ്പടിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ യുണൈറ്റഡ് 13-ാം സ്ഥാനത്ത് കിടക്കുന്ന യുണൈറ്റഡിന് ടോപ്പ് 4 കയറാൻ സാധ്യതയുണ്ട്. കാര്യം 13-ാം സ്ഥാനത്തുള്ള യുണൈറ്റഡും ടോപ്പ് 4 തമ്മിലും 12 പോയിന്റ് ഡിഫറൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ആ മാഗ്നിറ്റ്യൂഡ് ആലോചിക്കാന്നേ ഉള്ളൂ. ലിവർപൂൾ ആർ ഗോയിങ് ടു വിൻ ദ ലീഗ്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക്കൽ ബോട്ടിലിംഗ് ഒക്കെ നടന്നാലേ അത് നടക്കാതിരിക്കുള്ളൂ. എനിവേ ആഴ്സണൽ ഈസ് നോട്ട് ഗോയിങ് ടു വിൻ ഓൾ ദ മാച്ചസ്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവർ മിക്കവാറും ചാമ്പ്യൻസ് ലീഗിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യും എന്ന് തോന്നുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ലിവർപൂളിൻ്റെ ഒരു കപ്പ് ഡിഫീറ്റിനെ പറ്റി പറയണം. യെറ്റ് അനദർ, ഇപ്പം അത്ലറ്റിക്കോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ 5-6 ദിവസത്തിനിടെ തന്നെ വീണ്ടും ഒരു വിഷമം ലിവർപൂൾ ഫാൻസിനെ തേടി എത്തിയിരിക്കുന്നു. അത് കരബാവോ കപ്പിൽ അവർ പുറത്തായിരിക്കുകയാണ്. ഇറ്റ് വാസ് കമ്മിങ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ സ്ലോട്ട് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ്, ഏറ്റവും വലിയ ഫിസിക്കൽ ഗെയിമായിരുന്നു, ഫിസിക്കൽ ബാറ്റിലായിരുന്നു എന്നൊക്കെ ഉള്ളത്. ഒബ്വിയസ്ലി മാടന്മാരാണ് ന്യൂകാസിലിൻ്റെ മിഡിലൊക്കെ ഉള്ളത്. ബ്രൂണോ ഗിമറസ് ആയാലും ജോയലിൻ്റെനൊക്കെ മാടനാണ്. ഫിസിക്കലി കളിക്കുന്ന ഒരു ടീമാണ് ന്യൂകാസിൽ. ഒന്നും പറയില്ല. ഇസാക്ക് ഒരു രക്ഷയില്ല. സുഖമായിട്ട് പുതിയൊരു ടീമിലേക്ക് എന്തായാലും ഈ സമ്മർ വിൻഡോയിൽ പോകുന്നതായിരിക്കും. ഒരു ബിഗ് മണി സൈനിങ് ആയിരിക്കും ഉറപ്പായിട്ടും ഇസാക്ക്. അപ്പം കൺഗ്രാറ്റ്സ് ന്യൂകാസിൽ യുണൈറ്റഡ്. 2-1 അവർ ലിവർപൂളിനെ തോപ്പിച്ചിരിക്കുകയാണ്. കരബാവോ കപ്പ് അടിച്ചിരിക്കുകയാണ്. ലിവർപൂളിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അവരുടെ സ്ക്വാഡ് റൺ ഔട്ട് ആവാൻ തുടങ്ങി. അവർക്ക് അത്യാവശ്യത്തിന് ബാക്കപ്സ് ഒന്നും ഇല്ല.
അപ്പം ഇത്രയും പോയിന്റ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് മാത്രം പിന്നെ ആഴ്സണലാണ്. സിറ്റി ചേസിങ് ആയിരുന്നെങ്കിൽ ആഴ്സണൽ ഫാൻസിന് ലിവർപൂൾ ഫാൻസിന് കുറച്ചുകൂടെ പേടി ഉണ്ടാകുന്നെങ്കിലും ലീഗ് ഏകദേശം അടിച്ചുള്ളത് കൊണ്ട് മാത്രം അവർക്ക് കുറച്ചുകൂടെ ആശ്വസിക്കാം. പക്ഷേ ഞാൻ എന്താ പറയുക, ലിവർപൂൾ ആർണെ സ്ലോട്ടിനെ അധികം കുറ്റമൊന്നും പറയില്ല. കാര്യം ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ ലിവർപൂൾ ഫാൻസിനോട് ചോദിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ എന്താണ് നിങ്ങളുടെ ഈ സീസൺ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും എന്താ പറയുക ചാമ്പ്യൻസ് ലീഗിൽ ഇവർ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഫിനിഷ് ചെയ്യുമെന്നോ എന്താ പറയുക EFL കപ്പിൻ്റെ ഫൈനലിൽ എത്തുമെന്നോ അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് അടിക്കുമെന്ന് പോലും മോസ്റ്റ് ഓഫ് ദ ഫാൻസ്, ലിവർപൂൾ ഫാൻസ് വിചാരിച്ച് കാണത്തില്ല. ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ട്രോള് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർണെ സ്ലോട്ട് ഓവർ പെർഫോം ചെയ്തു. അത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ചെയ്തു. അപ്പോൾ ഇത്രയും ഹൈപ്പിൽ നിന്നിട്ട് പെട്ടെന്ന് 2 തോൽവികൾ വരുമ്പോഴത്തേക്കും ട്രോള് വരാനാണ്. പക്ഷേ ഹി ഹാസ് ഡൺ എ കമൻഡബിൾ ജോബ് വിത്ത് ലിവർപൂൾ. ലീഗ് ടൈറ്റിൽ മാത്രമാണെങ്കിൽ പോലും ആർണെ സ്ലോട്ടിനൊരു ഗംഭീര ബിഗിനിങ് ആണ്. വാട്ട് ദേ ഷുഡ് ഫോക്കസ് ഈസ് ടു സൈൻ ബെറ്റർ പ്ലെയേഴ്സ് ഇൻ ദ നെക്സ്റ്റ് വിൻഡോ. ലൂയിസ് ഡിയാസ്, ഡാർവിൻ നൂനസ് ഒന്നും വെച്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ട്രെൻഡ് എന്തായാലും റയൽ മാഡ്രിഡിൽ പോകും. ട്രെൻഡിൻ്റെ റീപ്ലേസ്മെൻറ്റ് റോബർട്ട്സന് വയ്യ, പ്രായമായി എന്നൊക്കെ ഉള്ള രീതിയിലായി. അപ്പോൾ മൊത്തത്തിൽ മിഡ്ഫീൽഡ് മാത്രം ഒന്ന് ഇപ്പം റിന്യൂഡ് ആയിട്ടുള്ളൂ. സലയുടെ കോൺട്രാക്ട് അവസ്ഥ അറിയില്ല, വാൻഡേക്കിൻ്റെ കോൺട്രാക്ട് അവസ്ഥ അറിയില്ല. അപ്പോൾ ഒരു കിടിലൻ റീബിൽഡാണ്. അപ്പം പാർഷ്യലി ദിസ് ലീഗ് വിൻ ഗോസ് ടു ജർഗൻ ക്ലോപ്പ് ഓൾസോ. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാര്യം ക്ലോപ്പിൻ്റെ സ്ക്വാഡാണ്, നല്ലൊരു സ്ക്വാഡ് ഇൻഹെറിറ്റ് ചെയ്ത് നല്ലൊരു മെൻറ്റാലിറ്റി ഉള്ള സ്ക്വാഡും കൂടെയാണ്. സോ ദാറ്റ് ഈസ് ലിവർപൂൾസ് തിങ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റ് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.